打起来了！我操！战斗机。 മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവ സാന്നിധ്യം ആശങ്ക പ്രകടിപ്പിച്ച് ASEAN പ്രസിഡന്റ്. സംഘർഷങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ മധ്യപൂർവേഷ്യയിലെ ക്രൈസ്തവ സാന്നിധ്യത്തെക്കുറിച്ച് ഭയപ്പെടുന്നുവെന്ന് ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ് എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് റെജീന ലിഞ്ച് വ്യക്തമാക്കി. മധ്യപൂർവേഷ്യയിലെ അക്രമങ്ങൾ ഉയർത്തുന്ന സുരക്ഷാ വെല്ലുവിളികൾ കടുത്ത ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചു. നിലവിലെ സംഘർഷങ്ങൾ ക്രിസ്ത്യൻ സമൂഹങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും സമ്മർദ്ദങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നാൽ മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവ സാന്നിധ്യം എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ആഭ്യന്തര യുദ്ധങ്ങൾ മൂലം തകർന്നടിഞ്ഞ മധ്യപൂർവേഷ്യയിലെ ക്രൈസ്തവർക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകിയ സംഘടനയാണ് എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ്. പുതിയ യുദ്ധത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഏറ്റവും ദുർബലരും സ്വയം പ്രതിരോധിക്കാൻ കഴിയാത്ത സാധാരണക്കാരായ ക്രൈസ്തവരാണ് ഏറ്റവും അധികം സഹിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. എല്ലാ ജനങ്ങളെയും പോലെ ലബനീസുകാർ സമാധാനത്തിനായി കൊതിക്കുന്നുണ്ട്. രാജ്യം നേരിടുന്ന നിരവധി വെല്ലുവിളികളിൽ നിന്ന് കരകയറാൻ സഹായിക്കാനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയാണ്. മധ്യപൂർവേഷ്യയിലെ ക്രൈസ്തവ സാന്നിധ്യം സംരക്ഷിക്കാനും അതിന്റെ തിരോധാനം തടയാനുമുള്ള ആഗ്രഹം പ്രകടമാക്കുകയാണെന്നും ASEAN എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് പറഞ്ഞു. നിരവധി ക്രിസ്ത്യൻ കുടുംബങ്ങൾ പ്രധാന വരുമാന സ്രോതസ്സായി ടൂറിസത്തെ ആശ്രയിക്കുന്ന വെസ്റ്റ് ബാങ്കിൽ ഈസ്റ്റർ സീസണിൽ തീർത്ഥാടകരുടെയും സന്ദർശകരുടെയും എണ്ണത്തിൽ വർധനവ് പ്രതീക്ഷിച്ചിരിക്കെയാണ് ഇപ്പോൾ യുദ്ധമുണ്ടായത്. ഇപ്പോൾ ഉണ്ടായ ഈ അരക്ഷിതാവസ്ഥ ഉപജീവനമാർഗത്തെ പോലും ഇല്ലാതാക്കുകയാണെന്നും റെജീന ലിഞ്ച് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഗുഡ് ന്യൂസ് ഫ്ലാഷ്.